നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. പ്രണയത്തെക്കാൾ വലിയ പകയായിരുന്നു അവന്. ആ പിഞ്ചു കുഞ്ഞിനെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ അവൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. പാണ്ടിക്കാട് തൊടിക്കപ്പലം റെയിൽവേ സ്റ്റേഷന് സമീപം റെയിൽവേ ട്രാക്കിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നും പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തികച്ചും ഒരു അപകട മരണമാണ് എന്ന് ഒറ്റനോട്ടത്തിൽ തോന്നുന്നുവെങ്കിലും പോലീസ് എത്തിയതോടെ സംഭവത്തിന്റെ ചുരുളഴിഞ്ഞു, ഗതി മാറി എന്നുള്ളതാണ്. ഒരു 9ാം ക്ലാസ്സുകാരി +1 വിദ്യാർത്ഥിയുമായിട്ട് പ്രണയത്തിലാകുന്നു. പിന്നീട് സംശയങ്ങൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. +1 വിദ്യാർത്ഥി ഈ പറയുന്ന തന്റെ സ്നേഹിതയെ അതിക്രൂരമായിട്ടുള്ള പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തുന്നു എന്നുള്ളതാണ് വാർത്ത. പതിവ് പോലെ ജനുവരി 15 രാവിലെ സ്കൂളിലേക്ക് എന്ന പോലെ ഇറങ്ങിയതാണ് ആ 9ാം ക്ലാസ്സുകാരി. ഏറെ വൈകിട്ടും വീട്ടിലേക്ക് കുട്ടി തിരിച്ചെത്താത്തതിനെ തുടർന്ന് സംശയമുണ്ടായതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുന്നു രക്ഷിതാക്കൾ. അങ്ങനെ കരുവാക്കുണ്ട് പോലീസ് അന്വേഷണം നടത്തുന്നു. സ്കൂളിലെത്തി പെൺകുട്ടി അവിടെ ഉണ്ടോ എന്നുള്ള അന്വേഷണം നടത്തിയപ്പോൾ ക്ലാസ്സിൽ കുട്ടി എത്തിയിട്ടില്ല എന്ന് പറയുന്നു. അതേസമയം വിശദമായിട്ടുള്ള അന്വേഷണത്തിലൂടെ ഇതേ സ്കൂളിൽ പഠിക്കുന്ന ഒരു +1 വിദ്യാർത്ഥിക്കൊപ്പം പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തുന്നു. അങ്ങനെ +1 വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ആ നടക്കുന്ന കൊലപാതക വിവരം പുറത്തേക്ക് വരുന്നത്. പെൺകുട്ടിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് ആ കാമുകൻ ആ കാമുകിയെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഈ കാര്യം പറഞ്ഞ് പെൺകുട്ടിയെ 16കാരൻ ശകാരിച്ചതടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. പെൺകുട്ടി ഇത് നിരസിച്ചതോടെ, അതായത് ഒരു സംശയം ഉണ്ടായിരുന്ന മറ്റൊരു പയ്യനുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള സംശയം, അതിന്റെ ഭാഗമായിട്ട് പെൺകുട്ടിയെ ശകാരിക്കുന്നു, പ്രകോപനം ഉണ്ടാക്കുന്നു. പെൺകുട്ടിയെ ആക്രമിക്കുന്നത് അത് പെൺകുട്ടി നിരസിച്ചതോടെ പ്രകോപിതനായ 16കാരൻ ബലപ്രയോഗത്തിലൂടെ പെൺകുട്ടിയെ കീഴ്പ്പെടുത്തി കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. കഴിഞ്ഞ ദിവസമാണ് പാണ്ടിക്കാട് തൊടികപ്പലം റെയിൽവേ ട്രാക്കിന് സമീപത്ത് വെച്ച് കുട്ടിക്കാട്ടിൽ വെച്ച് പെൺകുട്ടി പീഡനത്തിനിരയാകുന്നത്, കൊല്ലപ്പെടുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പെൺകുട്ടിയുടെ മൃതദേഹം അവിടെയുണ്ട് എന്ന് കണ്ടെത്തി നൽകിയതും അല്ലെങ്കിൽ അവിടെയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചതും ഇതേ +1 വിദ്യാർത്ഥി തന്നെയാണ്. സ്കൂൾ യൂണിഫോമിലും കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിലുമായിരുന്നു പെൺകുട്ടിയുടെ മൃതദേഹം എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആൺ സുഹൃത്താണ് മൃതദേഹം തങ്ങൾക്ക് കാണിച്ചു നൽകിയതെന്നും പോലീസ് പറഞ്ഞു. കസ്റ്റഡിയിലെടുത്ത ആൺ സുഹൃത്ത് കുറ്റം സമ്മതിക്കുകയും കുറ്റിക്കാട്ടിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതെന്ന് പോലീസിനോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ 16കാരന് പുറമെ കൂടുതൽ പേർ ഉണ്ടോ എന്നുള്ള സംശയവും പോലീസ് പ്രകടിപ്പിക്കുന്നു. അതിന്റെ പരിശോധനകൾ നടന്നുവരികയാണ് എന്നുള്ളതാണ് സൂചന. ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്നാണ് +1 വിദ്യാർത്ഥിയായിട്ടുള്ള 16കാരൻ മൊഴി നൽകിയത് എങ്കിലും അതെങ്ങനെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. 16കാരനെ ഇതിന് മാത്രമുള്ള ഒരു ധൈര്യം എവിടെ നിന്ന് കിട്ടി, പ്രചോദനം എവിടെ നിന്ന് കിട്ടി എന്നുള്ളതടക്കമുള്ള അന്വേഷണങ്ങളിലാണ് പോലീസ്. എന്തായാലും സംഭവത്തിൽ 16കാരന് പുറമെ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനിടെ കൊല്ലപ്പെട്ട 14 വയസ്സുകാരിയുടെ പോസ്റ്റ്മോർട്ടം ശനിയാഴ്ച രാവിലെ, അതായത് ഇന്ന് രാവിലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ നടത്താനിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനാണ് തീരുമാനം. പ്രതിയായ 16കാരനെ ശനിയാഴ്ച തവനൂർ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപിൽ ഹാജരാക്കി മൊഴി കൃത്യമായി വ്യക്തമാക്കുമെന്നൊക്കെയാണ് സൂചന. അതേസമയം കാണാതായിട്ടുള്ള 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ കഴിഞ്ഞ ദിവസം തൊടിയപ്പാലം പുള്ളിപ്പാടത്തെ റെയിൽവേ ട്രാക്കിനോട് ചേർന്ന കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെത്തിയത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിട്ട് തന്നെ ജനങ്ങൾ ഏറ്റെടുക്കുകയാണ്. വ്യാഴാഴ്ച സ്കൂളിലേക്ക് പോയ പെൺകുട്ടി വിദ്യാർത്ഥിനി വൈകിട്ട് തിരിച്ചെത്തിയിരുന്നില്ല. ഇതോടെയാണ് വീട്ടുകാർ പോലീസിലേക്ക് പരാതി നൽകുന്നതും ചില സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഈ ബന്ധം, ഈ പെൺകുട്ടിക്ക് ഇയാളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രണയമുണ്ടായിരുന്നു എന്നത് ബന്ധുക്കൾക്ക് അറിയാമായിരുന്നു. അത് താക്കീതായിട്ട് നൽകുകയും പെൺകുട്ടി ബന്ധം അവസാനിപ്പിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് വരികയും ചെയ്യുകയായിരുന്നു. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ആ ഒരു കുറ്റിക്കാട്ടിൽ നിന്ന് കാണേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. സ്കൂൾ യൂണിഫോമിലുള്ള പെൺകുട്ടിയുടെ മൃതദേഹം, തോളിൽ സ്കൂൾ ബാഗ് അടക്കം ഉണ്ടായിരുന്നു. കുട്ടിയുടെ കൈകൾ മുൻപിലേക്ക് കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു. വായിൽ തുണി തിരുകി കഴുത്തിൽ മുറിവേറ്റ നിലയിലായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ ഒരു റെയിൽവേ
റെയിൽവേ ട്രാക്കിന്റെ സമീപത്തൊരു ബാഗോടൊക്കെ കൂടിയിട്ടുള്ള ഒരു കുട്ടിയെ കാണുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മൃതദേഹം കാണുന്നു എന്ന് പറയുമ്പോൾ, ഒരു പക്ഷേ അത് ട്രാക്ക് മുറിച്ചു കടക്കാൻ ശ്രമിക്കുമ്പോൾ ട്രെയിൻ തട്ടി അപകടമുണ്ടായി മരണപ്പെട്ടതാണ് എന്നേ മനസ്സിലാവുകയുള്ളൂ. പക്ഷേ സൂക്ഷ്മമായിട്ട് നോക്കിയപ്പോഴാണ് ഈ പറയുന്ന വായിൽ തുണി തിരികെ കയറ്റിയിട്ടുണ്ട്, കൈ കെട്ടിയിരിക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നതും അത് പിന്നീട് സംശയങ്ങളിലേക്കും നാട്ടുകാരുടെ പരിഭ്രാന്തിയിലേക്കും ഒക്കെ വഴിവെക്കുന്നത് എന്നുള്ളതാണ്. സ്കൂൾ ഗേറ്റ് വരെ വിദ്യാർത്ഥി എത്തിയെങ്കിലും അവിടെ നിന്ന് സ്കൂളിനകത്തേക്ക് കുട്ടി പോയിട്ടില്ല എന്നുള്ള ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. വൈകിട്ട് 6 മണിയോടെ പെൺകുട്ടി അമ്മയുടെ ഫോണിലേക്ക് വേറൊരു നമ്പറിൽ നിന്ന് വിളിച്ചതടക്കമുള്ള കാര്യങ്ങളും പോലീസ് കണ്ടെത്തുന്നു. താൻ ഇപ്പോൾ വരുമെന്നാണ് ഈ ഒരു ഫോണിൽ നിന്ന് പെൺകുട്ടി അമ്മയോട് പറഞ്ഞിരുന്നത്. പോലീസ് ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ ഏറെ അകലെയുള്ള തൊടിയ പുലത്താണ് എന്നുള്ള റിപ്പോർട്ടിലേക്ക് എത്തുകയായിരുന്നു. പിന്നീട് ഈ നമ്പർ സ്വിച്ച് ഓഫ് ആയി എന്നാണ് പോലീസ് പറയുന്നത്. രാത്രി പോലീസ് തൊടിയ എത്തിയെങ്കിലും അവിടെ നിന്ന് കുട്ടിയെ കണ്ടെത്താനായിരുന്നില്ല. പിന്നീടാണ് ആൺ സുഹൃത്തും ഇതേ സമയം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ നാട്ടുകാരിൽ നിന്ന് പോലീസിന് ലഭിച്ചത്. രാത്രിയിലെ ചോദ്യം ചെയ്യലിൽ പ്രതി പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരുപാട് മൊഴികൾ നൽകിയിരുന്നു. പിന്നീട് വൈകിട്ട് 6:30 പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നുവെന്നും പിന്നീട് ട്രെയിനിൽ കയറി പോയി എന്നും ആദ്യം പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി ട്രെയിനിൽ പോയി തൊടിയ പുലത്തു നിന്ന് 2 വഴിക്ക് പിരിഞ്ഞു എന്നുള്ള മൊഴി വീണ്ടും മാറ്റുകയുണ്ടായി. തൊടിയ പുലത്തു നിന്ന് പെൺകുട്ടി ആരുടെയോ കൂടെ പോയി എന്ന് ഇയാൾ പറഞ്ഞു. പക്ഷേ അതിനുശേഷം വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ ഒടുവിൽ വെള്ളിയാഴ്ച രാവിലെയോടെ ഇയാൾ കുറ്റം സമ്മതിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. പെൺകുട്ടിയെ പീഡിപ്പിച്ചതായും മൊഴി നൽകിയിട്ടുണ്ട്. ആൺകുട്ടി ലഹരിക്ക് അടിമയാണ് എന്നും ഇയാളുമായുള്ള ബന്ധത്തെ എതിർത്തതും അതേപോലെ തന്നെ മറ്റ് പരാതി നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പെൺകുട്ടിയുടെ ബന്ധുക്കളും വ്യക്തമാക്കുന്നുണ്ട്. ബന്ധം അവസാനിപ്പിക്കാനുള്ള ധാരണയും നിർദ്ദേശവും ഒക്കെ തങ്ങൾ ആ കുഞ്ഞിന് നൽകിയിരുന്നു എന്നാണ് ഈ ബന്ധുക്കൾ വളരെ വേദനയോടെ ഇപ്പോൾ പറയുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് തൃശൂർ റേഞ്ച് IG അരുൾ RB കൃഷ്ണ അടക്കമുള്ള ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലത്തെത്തി അടക്കം നിർണായകമായിട്ടുള്ള പ്രതിയുടെ മൊഴി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. വിരലടയാള വിദഗ്ധരടക്കം ഫോറൻസിക് സംഘം അടക്കം അന്വേഷണത്തിൽ പരിശോധന തുടരുന്നു. വളരെ ക്രൂരമായിട്ടുള്ള ഒരു പ്രണയപ്പക അത് തന്നെയാണ് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. പ്രായത്തിനപ്പുറം വളർന്ന പ്രണയപ്പകയാണ് ഈ ഒരു ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള വിലയിരുത്തലാണ് പോലീസ്. സംശയരോഗം അടക്കാനാകാത്ത പ്രകോപനം അത് ഒടുവിൽ കൊലപാതകത്തിലേക്ക് കലാശിക്കുകയായിരുന്നു എന്ന് പോലീസിന്റെ വിലയിരുത്തൽ. +1 വിദ്യാർത്ഥിയായ കൂട്ടുകാരന്റെ ഭീഷണികൾക്കും പീഡനത്തിനും ഒടുവിലാണ് പെൺകുട്ടിക്ക് തന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരേ സ്കൂളിൽ പഠിക്കുന്നവരാണ് ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയും +1 വിദ്യാർത്ഥിയും. രണ്ടുപേരും സാമ്പത്തിക ശേഷി കുറഞ്ഞ ഇടത്തരം കുടുംബത്തിലെ അംഗങ്ങളും. കൊല്ലപ്പെട്ട ബാലികയും ആൺസുഹൃത്തും തമ്മിലുള്ള സൗഹൃദം നേരത്തെ തന്നെ വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പെൺകുട്ടി കാണാതായതിനാൽ അസ്വസ്ഥമായതിനെ തുടർന്ന് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് വീട്ടിലെത്തിയ സമയത്താണ് ആൺസുഹൃത്തിനൊപ്പമാണ് പെൺകുട്ടി ഉണ്ടായിരുന്നത് എന്നുള്ള വിവരം വ്യക്തമാകുന്നത്. അങ്ങനെ എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവിലേക്ക് കേസ് പോവുകയാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്.